ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്നുള്ള പ്രസ്താവനയിൽ ഉറച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തന്റെ പ്രസ്താവനയിൽ തെറ്റില്ലെന്നും എന്നാൽ ചിലർ പ്രസ്താവന തെറ്റായി ചിത്രീകരിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടെക്സ്റ്റുവൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ, അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ്. അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ ഇല്ല. ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല, വിലക്കെടുക്കില്ല, മുഖവിലക്കെടുക്കില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാനസ, സംഘപരിവാറുകാർക്ക് പ്രത്യേകിച്ച് BJP-ക്കാർക്ക് ഇഷ്ടപ്പെടാത്ത നേതാവ് ഇന്ദിരാഗാന്ധി, അടിയന്തര അവസ്ഥ കാലത്തടക്കം ജനസംഘ പ്രവർത്തകർ നേരിട്ട പീഡനങ്ങൾ, ഇതെല്ലാം ഓർമ്മയുള്ള ജനസംഘ പ്രവർത്തകർക്ക്, അന്നത്തെ ജനസംഘ പ്രവർത്തകർക്ക്, ഇന്നത്തെ BJP-ക്കാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ. ഇപ്പോൾ സുരേഷ് ഗോപി വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് തന്നെയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കരുണാകരനെ അടക്കം പ്രകീർത്തിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്ത് വരികയും ചെയ്തു. സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് ഇതൊട്ടും പിടിച്ചിട്ടുമില്ല. ഇന്ന് ആവർത്തിക്കുമ്പോൾ എന്താണ് സുരേഷ് ഗോപി ഇതിലൂടെ നൽകുന്ന സൂചന? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത മാതാവ് ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം തന്നെ പിതാവ് കെ കരുണാകരനും തന്നെയാണ് എന്നുള്ള പരാമർശത്തിൽ വീണ്ടും സുരേഷ് ഗോപി ഇന്ന് നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. താൻ പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ അതേ പ്രസ്താവന തന്നെ ഇന്ന് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് ഈ കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം സംസ്ഥാനത്ത് എത്തിയ സുരേഷ് ഗോപിക്ക് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ജില്ലാ കമ്മിറ്റിയിൽ നടത്തിയ ഈ സ്വീകരണ പരിപാടിയിൽ നിന്നും ഈ മുരളീധര വിഭാഗം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ പ്രതികരണം എടുത്തതാണ്. മുരളീധരൻ പറയുന്നത് ഇദ്ദേഹം ഈ സുരേഷ് ഗോപി പറഞ്ഞത് തനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് വ്യക്തമാകുന്നത് BJP നേതൃത്വത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പരാമർശത്തെ തുടർന്നുണ്ടായ ഈ അതൃപ്തിയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയും കൂടിയാണ്. ഈ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയിൽ തന്നെ ഈ സംസ്ഥാന നേതൃത്വം ചേരുന്നില്ല. മാത്രമല്ല, വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് സ്വീകരണ പരിപാടിയിലും കാണുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ സുരേഷ് ഗോപിയുടെ ആശയത്തിൽ തങ്ങൾ യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നതും. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ നടത്തിയ പ്രതികരണത്തിലും അത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് നടന്ന സ്വീകരണ പരിപാടിയിലും ജില്ലാ കമ്മിറ്റിയിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് ഇല്ല, ഒപ്പം തന്നെ ഈ വി മുരളീധരൻ പക്ഷമില്ല. ഇന്ന് നടത്തിയ സ്വീകരണ പരിപാടിയിൽ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വീകരണം നടത്തിയത്. ശേഷം തന്നെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയപ്പോഴും ഈ വി രാജേഷിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെയില്ല. നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ നടത്തുന്ന സാഹചര്യത്തിൽ ആളുകളോട് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ നേതാക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിയിൽ നേതാവ് ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയപ്പോഴും വി രാജേഷ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഏതായാലും സുരേഷ് ഗോപി ഈ കേന്ദ്ര സഹമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ, കേന്ദ്ര സഹമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ സംസ്ഥാന ഘടകത്തിന് യോജിക്കാത്ത തരത്തിലാണ്. അതിൻ്റെ പ്രതിഷേധം പല രൂപത്തിൽ നേതാക്കൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് വി രാജേഷ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ വി രാജേഷ് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നതും. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നതിലും സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയിലേക്ക് കൊണ്ടുപോകാതിരുന്നതിലൊക്കെ സംസ്ഥാന ഘടകത്തിന് പങ്കുണ്ട്, അവരുടെ ഇടപെടലാണെന്നുള്ള ആരോപണങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുരേഷ് ഗോപി സംസ്ഥാന ഘടകത്തെ മുഖവിലേക്കെടുക്കാതെ തോന്നും പടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വലിയൊരു തലവേദന സംസ്ഥാന ഘടകത്തിന് സുരേഷ് ഗോപി സൃഷ്ടിക്കുന്നുണ്ട്. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാബിനറ്റ് പദവി നൽകുന്ന കാര്യത്തിൽ കഴിഞ്ഞ ചർച്ചയൊക്കെയും ഉണ്ടായിരുന്നു. വിവാദപൂർണമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു അത്. വി മുരളീധര പക്ഷമാണ് ഇത്തരത്തിൽ തനിക്ക് ക്യാബിനറ്റ് പദവി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെയും നടത്തിയത് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയും വന്നിരുന്നു. ആ രീതിയിൽ തർക്കം തുടരുന്നതിന് അല്ലെങ്കിൽ ഒരു
വിദ്വേഷം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തെ ഇത്തരത്തിൽ ആശങ്കയിൽ അല്ലെങ്കിൽ അതൃപ്തിയിൽ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിലൂടെയും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുരേഷ് ഗോപിയുടെ ഈ സ്വീകരണ പരിപാടിയിൽ അവരാരും തന്നെ പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല ഈ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ തന്നെ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിലും അത് പ്രകടനമാണ്. സംസ്ഥാന നേതൃത്വത്തെ പരാമർശിക്കാതെ കേന്ദ്ര മന്ത്രിമാരെ മാത്രം അല്ലെങ്കിൽ ദേശീയ മന്ത്രിമാരെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുന്ന ഒരു സാഹചര്യമാണ്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവെന്ന് വിശേഷിപ്പിച്ച പ്രസ്താവനയിൽ തിരുത്താതെ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വിവരങ്ങളാണ് മാനസ മനോജ് നൽകിയത്.